ഇന്നത്തെ ഞങ്ങൾക്കുള്ള തീം എന്താണെന്ന് നോക്കാം. ഫോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്ന സമയമാണ്. കുറേ പേർക്ക് ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷം, ചിലപ്പോൾ ഒരു വിവാഹമോ അതുപോലുള്ള ശുഭകരമായ ഒരു ആഘോഷം വീട്ടിൽ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഘോഷിക്കണം എന്നാണ് പ്രപഞ്ചത്തിന്റെ നിർദ്ദേശം. കുറച്ച് പേർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഒന്ന് റീചാർജ് ചെയ്യാനും രണ്ടാമത് ഫോക്കസ് ഉണ്ടാക്കാനും വേണ്ടി ഒരു ബ്രേക്ക് എടുത്ത് അല്പം ഒന്ന് റെസ്റ്റ് എടുത്താൽ നന്നായിരിക്കും. ഇപ്പോഴത്തെ ഈ പ്രസന്റിൽ ജീവിക്കുക. ഈ പ്രസന്റ് കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാനിരിക്കുന്നതിനെ കുറിച്ചോ ആകുലപ്പെടുകയോ ചിന്തിക്കുകയോ വിഷമിക്കുകയോ ചെയ്യാതെ ഈ നിമിഷം നിങ്ങൾക്ക് തരുന്ന സന്തോഷങ്ങൾ പരമാവധി ആഘോഷിക്കുക. പാസ്റ്റിലെ പരാജയങ്ങൾ, അതുപോലെ വിഷമങ്ങൾ, അതെല്ലാം വിട്ട് കളഞ്ഞേക്കുക. പ്രസന്റിൽ ജീവിക്കാൻ പറഞ്ഞല്ലോ. ഈ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മുൻഗണനകൾ അവയെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഒരു റെസ്റ്റും ഒരു ബ്രേക്കും വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അല്പം ഒന്ന് ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, വൈകാരികമായ ആരോഗ്യം, ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അല്പം ഒന്ന് റീജുവനേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യുകയും അതിൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഐക്യം വന്നിട്ടുണ്ട്, ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. രണ്ടുപേർക്കും പരസ്പരം ഒരു എന്താ പറയുക മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. പരസ്പരം ഒരു കമ്മിറ്റ്മെന്റ് അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോയൽ ആയിരിക്കും. ഒരു ഇമോഷണൽ ഇൻറ്റിമസി പരസ്പരം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർ ആയിരിക്കുന്ന ഒരു സമയമാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് കരിയറിലും ഫിനാൻസിലും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.